നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ദീപ്തി വേദയുടെ മുറിയുടെ അവിടെ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അകത്ത് സംസാരം കേൾക്കണേ. വിക്രം സംസാരിക്കണേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ പറയണേ? വിക്രം ഇപ്പൊ പുറത്തു പോയാൽ ശരിയാകത്തില്ല. വിക്രത്തിന് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ എന്തേലും സംഭവിച്ചു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ പറയുന്നൊന്നും കേട്ട് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ദീപ്തി കഥയെ മുട്ടി. ഒരു നിമിഷം അകത്തിരുന്ന വിക്രം വേദയും ഞെട്ടിപ്പോയി. വേദ വിക്രത്തോട് പറഞ്ഞു, ആരോ കഥയും മുട്ടുന്നുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യാം. വിക്രം പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ വിക്രത്തിനെ ബാത്റൂമിലേക്ക് കയറ്റി. ഈ സമയത്ത് വേദ ആരാന്ന് ചോദിച്ചു. പക്ഷെ മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല. വീണ്ടും മുട്ടുവാണ്. വേദം വന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി എന്ത് ചെയ്തു? പതുക്കെ തന്നെ മുറിയിലേക്ക് പോയി. വേദം നോക്കി, ആരും കാണുന്നില്ലോ, ആരായിരിക്കും വന്ന് മുട്ടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഒന്ന് നോക്കി. പിന്നീട് അവിടെ നിന്ന് ഇനിയിപ്പം താഴേക്ക് ആരെങ്കിലും വന്ന് മുട്ടിയിട്ട് ഇറങ്ങിപ്പോയതാണെന്ന് അറിയാൻ വേണ്ടി സ്റ്റെയർ കേസിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ദീപ്തി ചാടി മുറി കയറി വേദ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദീപ്തി മുറിയില്. എന്താ ദീപ്തി, നീ എന്തിനാ എന്നെ മുറി കയറുക? ആരോട് ചോദിച്ചിട്ടാന്ന് ചോദിച്ചു. എനിക്കിപ്പോൾ ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കേ എന്ന് വേദ പറഞ്ഞു. ഞാൻ ഇറങ്ങിപ്പോത്തില്ല, സത്യം പറ. ചേച്ചി ആരോടാ സംസാരിച്ചെന്ന് ചോദിച്ചു. ഓ അതാണോ കാര്യം? അത് പിന്നെ ഞാൻ ഫോണിൽ, അതെ ഫോണൊന്നും എടുത്ത് കാണിക്കണ്ട, ലൗഡ് സ്പീക്കർ ഇട്ട് സംസാരിച്ചാന്ന് വരുത്തി തീർക്കാൻ നോക്കുമൊന്നും വേണ്ട. വെറുതെ കള്ളത്തരം പറയണ്ട. ചേച്ചി ആരോടോ സംസാരിക്കുന്ന വ്യക്തമായിട്ട് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറിയെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അത് പിന്നെ ദീപ്തി ഞാൻ വേണ്ട കള്ളത്തരം പറയാൻ ശ്രമിക്കണ്ട. ഇതൊക്കെ വിക്രം ബാത്റൂമിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സത്യം മാത്രം എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഒടുവിൽ വേദ പറഞ്ഞു, ദീപ്തി നിനക്കറിയാലോ വിക്രത്തിന് വരുണ്ട കൊലപാതക യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞു. ഇത് ചേച്ചി പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കണമല്ലേ? വിശ്വസിച്ചാൽ ശരി, ഇല്ലെങ്കിൽ ശരി. ഞാൻ പറയേണ്ട കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അന്ന് ആ കൊലപാതകം നടന്ന സമയത്ത് എല്ലാത്തിനും പിന്നിൽ ആ പുളിക്കനുണ്ടല്ലോ, അവനാണ്. അവനറിയാം ആരാണ് വരുണിനെ കൊലപ്പെടുത്തിയെന്നുള്ള കാര്യം. അവൻ അതറിഞ്ഞിട്ട് മുങ്ങിയേക്കുവാണ്. പക്ഷെ അവനെ പൊങ്ങിയിട്ടില്ല. അതിനുശേഷം അവനെ പിടികൂടുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നീട് വിക്രമാണ് കുറ്റം ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് വാസവൻ എന്ത് ചെയ്തു? വിക്രത്തെ ഉപദ്രവിച്ചു. വിക്രത്തിന്റെ കാലിൽ പിടിയേറ്റു. അന്ന് ഞാനാണ് ഡോക്ടർ ഇഷിതയുടെ അടുത്തേക്ക് വിക്രത്തെ കൊണ്ടുപോയത്. പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്കും കൊണ്ടുവന്ന് പറഞ്ഞു. ഇവിടേക്കോ എന്ന് ദീപ്തി ചോദിച്ചു. അതെ, ഇവിടേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു. പിന്നീട് വിക്രം എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം ബാത്റൂമിൽ നിന്നും കൂടെ ഇറങ്ങി വന്നു. ദീപ്തിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ദീപ്തി ചോദിച്ചു, ഞാനിതൊക്കെ വിശ്വസിക്കണമല്ലേ? അത് ഞാൻ നിന്നോട് മുൻപ് ഇത് പറയാനായിട്ടിരുന്ന, പക്ഷേങ്കിൽ വേണ്ട ചേച്ചി, എന്നോട് പറയുമൊന്നും വേണ്ട. ഇതൊക്കെ ഞാൻ വിശ്വസിക്കണം, എനിക്കിപ്പം മനസ്സിലായെന്ന് പറഞ്ഞു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യുക, നീ എന്ന് താഴെ അച്ഛനോട് പറ, വിക്രത്തെ ഞാൻ മുറി കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുവെന്ന്. അപ്പോഴേക്കും അച്ഛൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്ന് വിക്രത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോട്ടെ, അതല്ലേ നിനക്ക് വേണ്ടത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അപ്പം അച്ഛൻ്റെ കഥ എന്താവും? ഒരു കൊടും ക്രിമിനലെ വീട്ടിൽ കയറ്റി ഒളിപ്പിച്ചു എന്നൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ വരും. അച്ഛന് പിന്നെ തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റുമോ? അതെന്നും അച്ഛൻ്റെ തലയിൽ ആ നാണക്കേണ്ടാക്കും. അത് മാത്രമല്ല, അപ്പം അതിനേക്കാളും വലിയൊരു സംഭവം നടക്കും. വിക്രം അകത്തായി കഴിയുമ്പോഴത്തേനും യഥാർത്ഥ കുറ്റവാളി പുറത്തു നിന്ന് നിന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരിക്കും. ഞാനിപ്പോൾ ശ്രമിക്കണേ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം, അതിനുള്ള പരിശ്രമത്തിലാന്ന് പറഞ്ഞു. നീ വിശ്വസിക്കണം, ഞാൻ പറഞ്ഞു വിശ്വസിച്ചാൽ മതിയാവുള്ളൂ പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ദീപ്തി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറ്റം സമ്മതിക്കാൻ മടിയൊന്നുമില്ല. ജയിലിൽ പോയി കിടക്കാനും എനിക്ക് വിഷമമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തുറന്ന് സമ്മതിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാനിതിവിടെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയണേ. അപ്പോഴേക്കും വേദ പറഞ്ഞു, നീ ഒന്ന് ഞങ്ങളോടൊപ്പം നിൽക്കുവാണെങ്കിൽ നമുക്കൊരു 7 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദീപ്തി ഒന്ന് അയഞ്ഞു. ദീപ്തി ചോദിച്ചു, ഞാൻ എന്താ ചേച്ചി ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. പിന്നീട് വിക്രം വേദയും കൂടെ കുറേ കാര്യങ്ങൾ ദീപ്തിയോട് പറയണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടാണ് ദീപ്തി മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദീപ്തി നേരെ വാസവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നേ. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വാസവന്റെ അണികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നീട് ദീപ്തിയോട് പറഞ്ഞു, സാറകത്തുണ്ട്, അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. പിന്നീട് ഒരാൾ ഫോൺ വിളിച്ചിട്ട് വാസവനോട് പറഞ്ഞു, അതേ ഒരാളും കൂടി കാണാൻ വരുന്നുണ്ടെന്ന് പറയണം. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കസേരയിൽ. ദീപ്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മോളെന്നും പറഞ്ഞ് വിളിച്ചു, ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ദീപ്തി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് വാസവൻ പറഞ്ഞു, രേണു ഇവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയതാ. അവൾക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ വരുണിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഫോൺ വിളിച്ചാലും അവൾക്ക് കരയാൻ മാത്രമേ സമയമുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് ദീപ്തിയോട് പറഞ്ഞു, മോൾക്കറിയാവോ, ശരിക്കും പറഞ്ഞാൽ അവൻ്റെ അമ്മ മരിക്കണ സമയത്ത് അവൻ 5 വയസ്സായിരുന്നു പ്രായം. ആ സമയത്ത് രേണു
അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാലും രേണുവിനെ അമ്മയായിട്ട് കാണാനൊന്നും അവൻ കൂട്ടാക്കിയില്ല. രേണു വരുന്ന അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ. അപ്പോഴേക്കും അവന് ആൻറ്റീന്ന് മാത്രമേ വിളിക്കുന്നുണ്ടായിരുന്നുള്ളൂ, അമ്മയിൽ നിന്നും വിളിക്കത്ത് പോലും ഇല്ലായിരുന്നു. ആദ്യമൊന്നും അവളോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ 1-2 വർഷം കഴിഞ്ഞു. പക്ഷേ രേണു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. രേണുവിന് അവനെ ഭയങ്കര കാര്യമായിരുന്നു. അവനോട് അടുപ്പം കാണിച്ചു, സ്നേഹം കാണിച്ചു. അങ്ങനെ ഒടുവിൽ അവൻ ആൻറ്റീന്നൊക്കെ വിളിച്ചു തുടങ്ങി, സംസാരിക്കാനൊക്കെ തുടങ്ങി. പക്ഷെ അമ്മയെന്ന് വിളിക്കത്തില്ലായിരുന്നു. ഒരു 10ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സമയത്താണ് അവൻ ആദ്യമായിട്ട് അച്ഛ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അന്ന് അവന് കുറേ സങ്കടപ്പെട്ട് കരഞ്ഞു. ഇത്രയും നാളും ഞാൻ അമ്മയെ അകറ്റി നിർത്തി, അമ്മയെന്ന് വിളിക്കുക പോലും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ സോറി പറഞ്ഞു. പക്ഷേങ്കിൽ എന്നോട് അവന് ദേഷ്യമായിരുന്നു. കാരണം ഞാൻ ചെയ്യുന്നൊന്നും ശരിയല്ല എന്നായിരുന്നു അവൻ്റെ വാദം. ഒടുവിൽ അവൻ അവൻ്റേതായ രീതിക്ക് ജീവിക്കാൻ തുടങ്ങി. എനിക്ക് അവനെ ഉപദേശിക്കാൻ പറ്റില്ലല്ലോ, ഞാനിങ്ങനെയായി പോയില്ലേ. ഞാൻ ഉപദേശിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അവൻ നിന്ന് തരത്തുമില്ലായിരുന്നു. പിന്നെ അവൻ്റെ അമ്മയ്ക്ക് രേണുവിന് ഭയങ്കര വിഷമായി അവൻ്റെ ഈ പോക്ക് കണ്ടിട്ട്. രേണുവിൻ്റെ മുഖത്ത് നോക്കാൻ പോലും അവൻ പിന്നെ കൂട്ടാക്കിയില്ല. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ രേണുവിൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ടതായിട്ട് വരും. രേണുവിൻ്റെ മുന്നിലേക്ക് പോലും അവൻ വരാതെ രേണുവിന് മോൻ കൊടുക്കാതെയായി. ഒടുവിൽ അങ്ങനെ അവന് വീണ്ടും വീണ്ടും കൂട്ടുകെട്ടുകളിൽ നിന്ന് അങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരുന്നു. പിന്നീടാണ് അവന് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിനുശേഷം അവന് ഹോസ്പിറ്റലായതിനു ശേഷം പിന്നീട് അവൻ മടങ്ങി വന്നു കഴിഞ്ഞപ്പം രേണുവിനോട് കുറേ സോറിയൊക്കെ പറഞ്ഞു. അതിന് കാരണക്കാരിയായെന്നറിയാമോ? മോളാണ്. എന്നോടും രേണുവിനോടും കുറേ സോറി പറഞ്ഞു. ഞാൻ ചെയ്തതൊക്കെ തെറ്റായിരുന്നു, വഴിവിട്ട ബന്ധങ്ങളായിരുന്നു എനിക്കെല്ലാം ഉണ്ടായിരുന്നത്, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അന്നവൻ കുറേ കരഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി വരുണിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി. ദീപ്തിയുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി. ദീപ്തിയും കരയുവാണ്. പിന്നീട് വാസവൻ്റെ അടുത്തേക്ക് വന്നിട്ട് ആ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അങ്ങനെ അന്ന് വരുൺ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ മാത്രമല്ല വിക്രമേണ്ണനും കൂടെ ആണെന്ന് പറഞ്ഞു. വിക്രമേണ്ണനും വരുണും തമ്മിൽ അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു പറഞ്ഞു. അച്ഛനിനി വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിൽ ശരി, ഒരു കാര്യം ഞാൻ പറയാം. വിക്രമേണ്ണൻ ഈ കൊലപാതകത്തിൽ പങ്കുണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവെന്ന് നോക്കത്തില്ല അയാൾ ഇല്ലാതാക്കാനായിട്ട് പോകുന്നത്. പക്ഷേങ്കിൽ അത് ഒന്ന് ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ പ്രതികാരം ചെയ്യാനായിട്ട് വിക്രമേട്ടനോട് ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ മോളെ? ആ പുളിക്കനുണ്ടല്ലോ, ഷാജു പുളിക്കന്, അവനെ കണ്ടെത്തണം. അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഇതിൻ്റെ പിന്നിൽ ആരാ ഉള്ളതെന്ന്. അവനല്ലേ പറഞ്ഞത് വിക്രമേണ്ണന്ന്. അവൻ പറയട്ടെ. അവൻ ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഞാനൊന്നും നോക്കത്തില്ല അച്ഛാ. ഇപ്പം വേദേച്ച് ഉറപ്പിച്ച് പറയുന്നുണ്ട് വിക്രമേണ്ണനല്ലേ തെറ്റ് ചെയ്തതെന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉറപ്പിക്കണമെങ്കിൽ ആ പുളിക്കനെ കണ്ടെത്തണം. പുളിക്കൻ്റെ താവിന്ന് തന്നെ ഇത് കേൾക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ആദ്യം അത് ചെയ്യുക, പുളിക്കനെ കണ്ടെത്താൻ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പം വാസവൻ ചോദിച്ചു, മോളെ നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഇതേ ഞാൻ വരുണിനെ വിശ്വസിക്കുന്ന പോലെ എൻ്റെ ചേച്ചീനെ വിശ്വസിക്കുന്നുണ്ട്. ആ ഉറപ്പിൻ്റെ മേലാണ് ഞാൻ പറയുന്നത്. ചേച്ചിക്ക് വിക്രമേണ്ണ അത്ര വിശ്വാസമാണ്. പുളിക്കനെ പിടികൂടുവാണെങ്കിൽ ഇതിൻ്റെ പിന്നിലെ സത്യാവസ്ഥകളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുളിക്കനെ പിടികൂടണമെന്ന് പറയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു, അച്ഛനിത് എങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. അതെ, നമുക്കുണ്ടാവേ രാഷ്ട്രീയത്തിലൊക്കെ പിടിപാടും കാര്യങ്ങളും. ഈ പറയുന്ന വാസുവിൻ്റെ കൂട്ടാളികളൊരാളെ ഞാനങ്ങോട്ട് കയ്യിലെടുത്തെന്ന് പറഞ്ഞു. കയ്യിലെടുത്തെന്നോ? പിന്നല്ലാതെ എല്ലാത്തിനകത്തും കാണത്തില്ലേ സ്വന്തം പാർട്ടിക്കിട്ട് തന്നെ കുത്തുന്ന ആരെങ്കിലും. കാരണം രാഷ്ട്രീയ മോഹികളായ ആരെങ്കിലും ഈ പറയുന്ന വാസുവിൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ട്. കുറെ കാലമായി വാസുവിൻ്റെ കൂടെ നടക്കുന്നത്. പക്ഷേ എങ്കിൽ ഇതുവരെ ആയിട്ടും അധികാരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പം അതിൻ്റെതായ അമർഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുത്തനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ജോണി. അവനെ ഞാൻ കയ്യിലെടുത്തെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുന്നത്. കഴിഞ്ഞ ദിവസം അവന് ഞാൻ കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെ വിളിപ്പിച്ച്. എന്നിട്ട് അവനോട് പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ ഈ വാസവന് വരുണിൻ്റെ കൊലക്കേസിൽ ആരെയൊക്കെ തേടുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തരണമെന്ന്. ഒരു പക്ഷേങ്കിൽ നമ്മളാന്ന് ഒരിക്കലും സംശയം തോന്നരുത്. അപ്പോൾ അതിനായിട്ട് നമ്മളെ എന്തെങ്കിലും സംശയം ഉണ്ടോ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അയാളെ പൈസ കൊടുത്ത് ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആ കാര്യം പറയുന്നത്. കഴിഞ്ഞ ദിവസം ദീപ്തി അയാളെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ? ദീപ്തി കാണാൻ ചെന്നിട്ട് പറഞ്ഞ് പുളിക്കനെ കണ്ടെത്തണമെന്നാണ് പറയണേ. പുളിക്കനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പുളിക്കന് സത്യാവസ്ഥ അറിയാമെന്ന്. പുളിക്കൻ പറയുവാണ് ഇനിയിപ്പം വിക്രമ ചെയ്തെന്ന് പറയുവാണെങ്കിൽ പ്രശ്നമില്ല. അതിനു മുമ്പ് ഒരു തീരുമാനം വാസുവനോട് എടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, ഇപ്പം ജോണിയെ ഞാൻ കൂട്ടുപിടിച്ചതിൻ്റെ കാര്യം മനസ്സിലായില്ലേ? ജോണി കൃത്യമായിട്ടുള്ള വിവരം തന്നു. ഒരു കാര്യം ചെയ്യണം, വാസവൻ്റെ കയ്യിൽ ആ പുളിക്കനെ കിട്ടാൻ പാടില്ല. അതിനു മുമ്പ് നമ്മുടെ കൈ കിട്ടണമെന്ന് പറഞ്ഞു.
അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതിന് അവൻ എവിടെയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. അവൻ എവിടെ ഉണ്ടെങ്കിലും നമുക്ക് കണ്ടെത്തണം. അല്ലെങ്കിൽ വാസവനാണ് അവനെ കണ്ടെത്തും. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ കണ്ടെത്തുന്നതിന് മുമ്പ് ജോണി അവനെ നമ്മുടെ കയ്യിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. ഈ പറയുന്ന വാസവനോടൊപ്പം നിൽക്കുന്ന ജോണിയല്ലേ, അവൻ്റെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് ജോണിയെ നമുക്ക് കൊണ്ടുത്തരും. കാരണം അയാൾക്ക് പണമാണല്ലോ വേണ്ടതെന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. അന്നേ അവനെ എങ്ങോ തട്ടിയാൽ മതിയായിരുന്നു പറഞ്ഞു. ഇനിയാണെങ്കിലും സമയമുണ്ടല്ലോ, ഇനിയാണെങ്കിലും നമുക്ക് അവനെ എങ്ങോ തട്ടാന്ന് പറഞ്ഞു പുളിക്കനെ. പിന്നീട് വാസവൻ രാജേട്ടനെയും ജോസഫിനെയും അനിയൻകുട്ടിനെയൊക്കെ വിളിപ്പിക്കുകയാണ്. കൂടെ ജോണിയുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വാസവൻ ചോദിച്ചു, നിങ്ങളെ വിളിപ്പിച്ച് എന്തിനാന്ന് മനസ്സിലായോ? ഇല്ല സാർ, വിളിപ്പിച്ച് എന്തിനാന്ന് മനസ്സിലായില്ല. ചില കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാ. ആ പുളിക്കിനെ കുറിച്ച് എനിക്കറിയണം. പിന്നെ വിക്രത്തിനെ നിങ്ങളായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അയ്യോ ഇല്ല സാറേ, വിക്രത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു വിവരമില്ല. അന്ന് സാറല്ലായിരുന്നോ വിക്രത്തെ വെടിവെച്ചേ? അതിനു മുമ്പ് വിക്രം എവിടെയാ ഉള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. പക്ഷേ അവിടുന്ന് സാറ് അവനെ ഓടിച്ചു, ഒടുവിൽ വെടിവെച്ചു. അതിനുശേഷം ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല എന്ന് ജോസഫ് പറയണം. അനിയൻകുട്ടൻ പറഞ്ഞു, അത് സാറേ ഞങ്ങൾക്ക് ഒരു വിവരമില്ല അവൻ എവിടെയാന്നുള്ള കാര്യം. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു, എനിക്കെന്താണെങ്കിലും ആ പുളിക്കനെ കിട്ടണം. പുളിക്കൻ അറിയാലോ കാര്യങ്ങളൊക്കെ. അത് സാറേ, പുളിക്കനെ പിടികൂടുവാണെങ്കിൽ ഉറപ്പായിട്ടും കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അല്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ വിക്രമാണ് ചെയ്തതെന്ന്? അത് കേട്ടപ്പോൾ അനിയൻകുട്ടൻ പറഞ്ഞു, ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വിക്രമത്തിന് അത് ചെയ്യാൻ പറ്റില്ല. ദീപ്തിയെയും വരുണേയും തമ്മിൽ ഒന്നിപ്പിക്കാൻ നടന്ന അവനാ വിക്രം. അങ്ങനെയുള്ളവന് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ പുളിക്കനെ കണ്ടുപിടിക്കാം. അത് കേട്ടപ്പോൾ തന്നെ അനിയൻകുട്ടൻ പറഞ്ഞു, ഞങ്ങളെ ഇതിനിടയ്ക്ക് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പുളിക്കൻ്റെ ഒരു ഫോട്ടോയും വെച്ചിട്ട് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അറിയാവുന്ന ഗ്രൂപ്പുകളിലൊക്കെ. കാരണം ഇയാളൊരു കൊലയാളിയാണ്, ഇയാളെക്കുറിച്ച് അറിയാവുന്നവർ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അതിനൊരു ഫലം കിട്ടി സാറേ എന്ന് പറഞ്ഞു. ഫലം കിട്ടിയെന്നോ? അതെ, ഞങ്ങളിതിന് ശ്രീനിവാസ് സാറിനോട് പറയാനായിട്ട് പോകുന്ന സമയത്താണ് വാസവ് സാർ ഞങ്ങളെയും കൂടി വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. നാഗർകോവിൽ വെച്ച് ഒരാൾ കണ്ടിട്ടുണ്ടെന്നാ പറയണേ. പുളിക്കനെ പോലെ ഒരാൾ അയാളുടെ കടയിൽ ചെന്നാ പറയുന്നേ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുക. ഇപ്പം ശ്രീനിവാസനോട് ഇത് പറയണ്ട, നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഞങ്ങൾ ഞങ്ങളുടേതായ രീതിക്ക് അന്വേഷിക്കാം. ജോണി ഇവരോടൊപ്പം പോകണം, അന്വേഷിക്കണം എന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ ജോണി പറഞ്ഞു, ശരി സാറെന്ന് പറയണം. വാസവൻ പറഞ്ഞു, പുളിക്കിനെ കിട്ടുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം അറിയാമെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.